الحمد لله رب العالمين الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله نحمده ونستعينه ونستغفره ونؤمن به ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوان والأخوات أوصيكم عباد الله وإياي بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സത്യവിശ്വാസികളെ വിശ്വാസികൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പാലിച്ചുകൊണ്ട് യഥാർത്ഥ മുത്തഖികളായി നിലകൊള്ളണമേ എന്ന് സ്വന്തത്തോടുന്നതുപോലെ ആദ്യമായി നസീഹത്ത് ചെയ്യുകയാണ്. റഹ്മാനായ നാഥൻ യഥാർത്ഥ മുത്തഖീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിനെ ഏറ്റവും പാവനവും പരിഭാവനവുമായ അതുല്യമായ ഒരു ദീനായിട്ടാണ് നമുക്ക് നൽകിയിട്ടുള്ളത്. ഒരു മുസ്ലിമിന് ഒരിക്കലും തന്റെ മതത്തിന്റെ പോരായ്മയെ കുറിച്ചോ അതിലുള്ള കുഴപ്പങ്ങളെ കുറിച്ചോ ചിന്തിച്ച് തലകുനിക്കേണ്ടുന്ന അല്ലെങ്കിൽ ആശങ്കപ്പെടേണ്ടുന്ന ഒരവസ്ഥയുണ്ടാവില്ല. കാരണം അത് അല്ലാഹുവിന്റെ ദീനാണ്, അത് പരിപൂർണമാണ്, അതുപോലെ അത് അതുല്യവുമാണ്. എന്നാൽ നാം ജീവിക്കുന്ന ഈ സമൂഹത്തിൽ അന്ധവിശ്വാസങ്ങളും അതുപോലെ തന്നെ അവിശ്വാസങ്ങളും രണ്ടും ഒരേപോലെ തഴച്ചു വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ രണ്ട് ഇരുളുകളിൽ നിന്ന് വിജ്ഞാനത്തിന്റെ പ്രകാശത്തിലൂടെ നമുക്ക് മുന്നേറാൻ കഴിയും. നമ്മുടെ വരും തലമുറയെ ഇത് വല്ലാതെ ബാധിക്കും എന്ന സൂക്ഷ്മത, ജാഗ്രത നമുക്കുണ്ടാവണം. വർത്തമാന കാലഘട്ടത്തിലെ യുവസമൂഹങ്ങളിൽ ഈ രണ്ട് മേഖലയിലേക്ക് അധികം എത്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്.
അന്ധവിശ്വാസങ്ങളിലേക്ക് ധാരാളം യുവാക്കൾ പോയിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ അവിശ്വാസത്തിലേക്ക്, ദൈവനിരാസത്തിലേക്കും മതനിരാസത്തിലേക്കും, മതവും ദൈവവും ഒന്നും ഇല്ല, അതൊന്നും വേണ്ട എന്ന ചിന്തയിലേക്ക്, അതെല്ലാം മനുഷ്യന്റെ സ്വതന്ത്രമായ ചിന്തയ്ക്കും വളർച്ചയ്ക്കും എതിരാണ് എന്ന് അവരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. മതവിശ്വാസത്തിൽ നിന്നും ആരാധനകളിൽ നിന്നും അനുഷ്ഠാനങ്ങളിൽ നിന്നും യുവാക്കളെയും യുവതികളെയും അടർത്തി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അവരറിയാതെ തന്നെ അവർ മതനിഷേധികളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ പ്രധാനമായ കാരണം അറിവില്ലായ്മയാണ് അതിന് പെട്ടുപോകുന്നത്. എല്ലാത്തെക്കുറിച്ചും പഠിക്കുന്നു, പക്ഷെ ദീനിനെ കുറിച്ച്, താൻ വിശ്വസിക്കുന്ന തന്റെ രക്ഷയുടെ മാർഗമായ ദീനിനെ കുറിച്ച് പഠിപ്പിക്കാനും ഇന്ന് വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും സമയമില്ല എന്നുള്ളതാണ്. ഭൗതികതയ്ക്ക് അതിപ്രാധാന്യം നൽകിക്കൊണ്ട് ആത്മീയതയെ തീരെ അവഗണിച്ച് കളയുന്ന ഒരു കാലഘട്ടമായി, സമൂഹമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. മക്കൾ തിരിഞ്ഞു നിന്ന് ചോദിക്കുമ്പോൾ ഉത്തരമില്ലാതെ പ്രയാസപ്പെടുമ്പോഴാണ് പിന്നെ അവർ മതത്തിലേക്ക് തിരിയുന്നത്. അപ്പോഴേക്കും സമയവും സാഹചര്യങ്ങളും വൈകിക്കഴിഞ്ഞു. തിരുത്താൻ കഴിയാത്ത രീതിയിലേക്ക് മക്കളുടെ ചിന്തയും രീതികളും മാറിക്കഴിഞ്ഞു. പിന്നെ കരയുകയല്ലാതെ നിവൃത്തിയില്ല. ഒരുപാട് ഭൂരിഭാഗം രക്ഷിതാക്കളും ആ സങ്കടത്തിലാണ്. മക്കൾ അനുസരിക്കുന്നില്ല, മക്കൾ ധിക്കാരികളാകുന്നു, മക്കൾ താന്തോന്നികളാകുന്നു, അല്ലേ? ഇപ്പോൾ തൂഫാൻ, കേരള ഗവൺമെന്റ് പ്രഖ്യാപിച്ച തൂഫാൻ, ഡ്രഗ്സിനെതിരെയുള്ള തൂഫാൻ ക്യാമ്പയിൻ, മുസ്ലിം പെൺകുട്ടികളും ആൺകുട്ടികളും പിടിക്കപ്പെടുമ്പോഴാണ് രക്ഷിതാക്കള് എൻ്റെ മോൾ ഇങ്ങനായിരുന്നു, എൻ്റെ മോൾ ഇങ്ങനായിരുന്നു, എൻ്റെ കുട്ടി നല്ല കുട്ടിയാണ്, എൻ്റെ മോള് നല്ല മോളാണ്. പക്ഷേ പോലീസ് വന്ന് അകത്ത് കയറി പൊക്കിക്കൊണ്ട് പോകുമ്പോഴാണ് തലയിൽ കൈവെക്കുന്നത്. അതുപോലെ ഒരിക്കലും ചിന്തിക്കാത്ത രൂപത്തിലേക്ക് മക്കൾ മാറുമ്പോഴാണ് മക്കളുടെ മാറ്റം ശ്രദ്ധിക്കുന്നത്. പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ സ്നേഹത്തോടെ, എന്നാൽ അതിലേറെ താക്കീതോടെ നമ്മളോട് പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനു, ഓ വിശ്വാസികളെ, ഖൂ അൻഫുസകും വ അഹ്ലീകും നാറാ, നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് കാത്തുകൊള്ളണേ. നമ്മുടെ മക്കൾ നരകത്തിന്റെ വഴിയിലേക്ക് പോകുമ്പോൾ അതിൽ ഒന്നാമത്തെ ചോദ്യം നമ്മോടായിരിക്കും, പടച്ചവന്റെ എന്ന ഓർമ്മ നമുക്കുണ്ടാവണം. സമൂഹം ആദ്യം ചോദിക്കുക ചെക്കന്റെ പേരെന്താണ്, പെണ്ണിന്റെ പേരെന്താണെന്നല്ല, അതാരുടെ മോനാണെന്ന്, അതാരുടെ മോളാണ്, ആരുടെ മോനാണ്. മാതാപിതാക്കളെ കുറിച്ചാണ് ആദ്യം അന്വേഷിക്കുക സമൂഹം. നമ്മളങ്ങനെ തന്നെയല്ലേ? നമ്മുടെ നാട്ടിൽ ഒരു അനിസ്ലാമികത അല്ലെങ്കിൽ ഒരു അധാർമികത നടന്നാൽ നമ്മൾ ചോദിക്കുന്നത് ആരുടെ മോനാണ്, അത് ഏത് കുടുംബത്തിൽപ്പെട്ടതാ. അപ്പൊ ആദ്യം വരിക പടച്ചവന്റെ ചോദ്യം അതാ. നിനക്ക് നൽകിയ അമാനത്താണ് നിന്റെ ഭാര്യയും മക്കളും. അവരെ കുറിച്ച് മറുപടി പറയാതെ സിറാത്ത് എന്ന പാലം നിനക്ക് കടക്കാൻ കഴിയില്ല. അമാനത്ത് പാലിക്കാത്തവരെ സിറാത്തിൽ നിർത്തിവെക്കുമെന്ന് നമ്മൾ മുമ്പ് ഒരു ഖുത്ബയിൽ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആ കാര്യത്തിൽ ജാഗ്രതയുണ്ടാവണം. ഹൃദയത്തിൽ നിന്നും ഈമാനിന്റെ പ്രകാശം കെടാതെ സൂക്ഷിക്കണം. ഈമാനില്ലാത്ത ഒരു സമൂഹമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പേരിന് മാത്രം മുസ്ലിങ്ങളായി, ഹൃദയത്തിൽ ഈമാൻ കുറഞ്ഞവരോ ഇല്ലാത്തവരോ ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിനെ നമുക്ക് പരിചയപ്പെടുത്ത നൂർ എന്ന്, അത് പ്രകാശമാണ്. ബസ്വായർ എന്നും ഖുർആനെ കുറിച്ച് പറയുന്നു, ഉൾക്കാഴ്ച എന്ന്. അപ്പോൾ വിശുദ്ധ ഖുർആൻ നമുക്ക് ഈ ലോകത്തെ കുറിച്ച്, ഈ ലോകത്തിലെ ജീവിതത്തെയും ലോകത്തിന്റെ നിലനിൽപ്പിനെയും വരാൻ പോകുന്ന ലോകത്തെയും എല്ലാം കുറിച്ചൊരു ഉൾക്കാഴ്ച നൽകുന്ന, ഒരു മുഅ്മിനിന് മാത്രം കിട്ടുന്ന ഒരു കാഴ്ച, ഒരു വിശ്വാസിക്ക് മാത്രം കിട്ടുന്ന ഒരു വെളിച്ചം, അത് നൽകാൻ ഖുർആനിനാണ് കഴിയുക.
ഖുർആനിലൂടെ നമ്മൾ സഞ്ചരിച്ചാൽ, ഖുർആനെ നമ്മൾ നെഞ്ചേറ്റിയാൽ, നമുക്ക് ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ, പ്രയാസങ്ങളിൽ ഒരു ഉൾക്കാഴ്ച നമുക്ക് നൽകും, ഒരു പ്രകാശം നമുക്ക് നൽകും. നൂറാണത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുന്നത്, വാഗ്ദാനം ചെയ്യുന്നതാണ്. അതുകൊണ്ട് വിശ്വാസം പഠിപ്പിക്കേണ്ടത് എന്താണ്, ഇസ്ലാം എന്ന് പഠിപ്പിക്കേണ്ടത് നിരീശ്വരവാദികളോ അല്ലെങ്കിൽ മതനിഷേധികളോ അല്ല. എന്താണ് വിശ്വാസം എന്ന് നമ്മൾ പഠിക്കേണ്ടത് നിരീശ്വരവാദികളുടെ സൈറ്റിൽ പോയിട്ടോ അല്ലെങ്കിൽ മതനിഷേധികളുടെ സൈറ്റിൽ പോയിട്ടോ അവർ പറയുന്നതല്ല നമ്മൾ പഠിക്കേണ്ടത്. മറിച്ച് ഖുർആൻ എന്താണ് ഈ വിഷയങ്ങളിൽ പറയുന്നത്, അതിന്റെ പ്രാക്ടിക്കലായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് എന്താ, ഇത് നോക്കിയാണ് നാം ഇസ്ലാമിന്റെ കാഴ്ചപ്പാടുകൾ നാം നോക്കിക്കാണേണ്ടത്, പഠിക്കേണ്ടത്. എന്നാൽ ഇന്നത്തെ യൂത്ത് സോഷ്യൽ മീഡിയയിൽ പോയി അവിടെ മതനിഷേധികളും നിരീശ്വരവാദികളും ഛർദിക്കുന്ന അങ്ങനെ വിഴുങ്ങി, എന്നിട്ട് ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും കുറ്റം പറയുന്ന, അതിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു ട്രെൻഡിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നാം ഇസ്ലാമിനെ അറിയാൻ വിശുദ്ധ ഖുർആനിലേക്കും തിരുസുന്നത്തിലേക്കും നാം മടങ്ങണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിനെ കുറിച്ച് സൂറത്തുൽ ലുഖ്മാൻ നമ്മളെ പഠിപ്പിക്കുന്നു. തിൽക ആയാതുൽ കിതാബുൽ ഹകീം. ഈ ഗ്രന്ഥം അത് യുക്തിഭദ്രമായ ഗ്രന്ഥമാണ്, യുക്തിഭദ്രമായ വിജ്ഞാനപ്രദമായ ഗ്രന്ഥമാണ്. ഏത് കാലഘട്ടത്തിലെയും ബുദ്ധിയോടെ സംവദിക്കുന്ന, എന്തെങ്കിലൊക്കെ ഒന്ന് പറഞ്ഞിട്ട് അത് നിങ്ങൾ വിശ്വസിച്ചോളണം എന്നല്ല ഖുർആൻ പറയുന്നത്. ആ പറയുന്ന ഓരോ കാര്യങ്ങൾക്കും ഖുർആൻ അക്കമിട്ട് ചോദിക്കുന്നുണ്ട്. ഈ പറയുന്നത് ശരിയല്ലെങ്കിൽ നിങ്ങൾ ആകാശത്തിലേക്ക് നോക്ക്, ഭൂമിയിലേക്ക് നോക്ക്, നിങ്ങളുടെ ശരീരത്തിലേക്ക് നോക്ക്, മഴ പെയ്യുന്നതിലേക്ക് നോക്ക്. അങ്ങനെ പ്രപഞ്ചത്തിന്റെ ആ ശക്തികളെ കുറിച്ച്, പ്രപഞ്ചത്തിന്റെ ചലനങ്ങളെ കുറിച്ച്, അതിന്റെ നിർമ്മിതിയെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ നമ്മോട് ഉണർത്തിക്കൊണ്ടിരിക്കുന്ന, നമ്മുടെ ബുദ്ധിയോട് ചോദിക്കുന്ന, അഫലാ തഖിലൂൻ, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? അഫലാ തഅലമൂൻ, നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ? ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഖുർആൻ നമ്മുടെ ചിന്തയെ, ബുദ്ധിയെ തട്ടിക്കൊണ്ട് ചിന്തിക്കാനും മനസ്സിലാക്കാനും പഠിക്കാനും നമ്മളോട് പറയുകയാണ്. അങ്ങനെ കിതാബുൽ ഹകീമാണ് ഖുർആൻ, ജ്ഞാനനിക്കമായ യുക്തിഭദ്രമായ ഖുർആനാണ്. നന്മയിൽ ചിന്തിക്കുന്നവർക്കും പ്രവർത്തിക്കുന്നവർക്കും അത് വഴികാട്ടിയാണ്. വിശുദ്ധ ഖുർആൻ വഴികാട്ടിയാവുന്നത് ആർക്കാണ്? മാർഗദർശനമാകുന്നത് ആർക്കാണ്? പേരിനൊരു മുസ്ലിമായി നടക്കുന്നവന് എന്തേ അള്ളാഹു ഇടപെടാത്തത്, എന്താ അള്ളാഹ് സഹായിക്കാത്തത്, എന്താ അങ്ങനെ ഇങ്ങനെ ചോദിക്കാനുള്ള അവകാശമില്ല. ഖുർആൻ തന്നെ പറയുന്നത്, ഇത് അവകാശപ്പെടാൻ കഴിയുന്നത്, ഈ രക്ഷയും സമാധാനവും ലഭിക്കുന്നത് സൂറത്തുൽ ബഖറയിൽ തന്നെ ആദ്യമായി തന്നെ ഖുർആനെ കുറിച്ച് പറയുന്നു. ദാലികൽ കിതാബ് ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. ഇതാണ് വേദഗ്രന്ഥം എന്ന് പറയുന്നത്. ഇത് മുത്തഖീങ്ങൾക്ക്, സൂക്ഷ്മാലുക്കൾക്ക് പഠിച്ച തമ്പുരാനെ ഭയപ്പെട്ടുകൊണ്ട് അവന്റെ കൽപ്പനയ്ക്ക് വിധേയമായി കൊണ്ട് സൂക്ഷ്മതയോടുകൂടി ജീവിക്കുന്ന മുത്തഖീങ്ങളായ ആളുകൾക്ക് ഇത് മാർഗമാണ്, ഇത് സന്മാർഗ ദർശനമാണ്. അവർക്ക് ഇതിൽ നിന്ന് സന്മാർഗം ലഭിക്കുകയുള്ളൂ. അവർക്ക് അല്ലാഹ് പറയുന്ന സൂറത്തുൽ ലുഖ്മാനിൽ ഹുദൻ വ റഹ്മത്തുൽ ലിൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങൾക്ക്, സജ്ജനങ്ങൾക്ക് ഇത് ഹുദയാണ്. ജീവിതത്തിന്റെ നിഖില മേഖലകളിലും അവർക്ക് മുന്നോട്ട് ഗമിക്കാനുള്ള പ്രകാശമാണ്, മാർഗമാണ്. വ റഹ്മ, അത് കാരുണ്യമാണ്. ആർക്കാണ് ഹുദയും കാരുണ്യം? അത് മുഹ്സിനീങ്ങൾക്കാണ്. അഥവാ അല്ലാഹുവിനെയും റസൂലിനെയും വിശ്വസിച്ച് അനുസരിച്ച് നല്ല മനുഷ്യരായി ജീവിക്കുന്നവർക്കാണ് ഈ ഖുർആന്റെ നേട്ടം ഉണ്ടാകുക. അവരുടെ ജീവിതത്തിൽ, അവരുടെ കുടുംബത്തിൽ, അവരുടെ കച്ചവടത്തിൽ, അവരുടെ സമൂഹത്തിൽ, അവരുടെ ജീവിതത്തിന്റെ നീക്കില മേഖലകളിലും ഈ ഖുർആനിന്റെ, ഈ വേദഗ്രന്ഥത്തിന്റെ, പടച്ച റബ്ബിന്റെ കാരുണ്യവും മാർഗദർശനവും ഉണ്ടാകും. നിഷേധികളായി, സംശയാലുക്കളായി നടക്കുന്ന ആളുകൾക്ക് ഇതുണ്ടാവില്ല.
അതുകൊണ്ട് തന്നെ നാം നമ്മുടെ മക്കളോട് പറയണം, നമ്മുടെ മക്കളോട് പുതുതലമുറയോട് സംവദിക്കണം. വിശുദ്ധ ഖുർആൻ വെച്ചുകൊണ്ട് ആർഗ്യുമെന്റ് നടത്തണം. അള്ളാഹ് ചോദിക്കുന്നില്ലേ, വഇൻ കുൻതും ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ, എന്നെ അടിമയ്ക്ക് നാം നൽകിയതിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടായിട്ടുണ്ടെങ്കിൽ ഇതേപോലൊരു അധ്യായം കൊണ്ടുവാണോ, ഇതുപോലൊരു സൂക്തം നീ കൊണ്ടുവാ. നിനക്ക് ഈ ഖുർആനെ ഇഷ്ടമല്ല എങ്കിൽ, നീ വിയോജിക്കുന്നുവെങ്കിൽ, ഇതിൽ നിനക്ക് സംശയമുണ്ട് എങ്കിൽ ഇതിനേക്കാൾ നല്ല ഒരു സൂക്തം നീ കൊണ്ടുവാ. അതാണ് മക്കളോട് ചോദിക്കണം, മക്കളെ ഈ ഖുർആൻ പറയുന്നതിന് വ്യത്യസ്തമായി ഇതിന്റെ തിന്മയെ തെളിയിക്കാൻ, ഇതിന്റെ നന്മയുടെ പോരായ്മയെ തെളിയിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? എങ്കിൽ ഇതിന് ബദലായിക്കൊണ്ട് ഒരു ജീവിത സംഹിത, ഒരു ഐഡിയോളജി നിങ്ങൾ കാണിച്ചു തരാൻ കഴിയുമോ? വർഷമെത്ര 1400 കൊല്ലമായി ഖുർആന്റെ സൂക്തം വെല്ലുവിളിച്ചുകൊണ്ടേയിരിക്കുക. കൊണ്ടുപോവാ, ഖുർആന്റെ അധ്യാപനങ്ങൾ തെറ്റാണെന്ന് തെളിയിക്കുക. അതിന് വ്യത്യസ്തമായിക്കൊണ്ട് ഇതിനേക്കാൾ മികച്ച ഒന്ന് നീ കൊണ്ടുപോവാ, അല്ലേ? ഈ പറയുന്ന ആളുകൾക്കൊക്കെ ഇതിന് എന്നാ ശരി, എന്നാ വേറൊന്നും കൊണ്ടാ, വേറെന്താ ഉള്ളത്? ഒന്നുമില്ല. വെറുതെ അങ്ങ് യാതൊരുവിധ തെളിവോ യാതൊരു ബുദ്ധിയോ ഇല്ലാതെ അന്ധമായി എതിർക്കുക എന്നല്ലാതെ വിശുദ്ധ ഖുർആനെ പകരമായി കൊണ്ടൊന്ന് കൊണ്ടുവരുവാനോ, ഖുർആൻ പറഞ്ഞ സത്യമല്ല അല്ലെങ്കിൽ അത് പ്രാക്ടിക്കൽ അല്ല എന്ന് തെളിയിക്കാനോ അവർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ നമ്മുടെ ജീവിതത്തിന്റെ പ്രകാശമാണ്, നമ്മുടെ ശക്തിയാണ്, സമാധാനമാണ്. ആ ഖുർആൻ നമ്മൾ പഠിക്കാനായി വിശ്വാസം ഉൾക്കൊള്ളാൻ നമ്മൾ തയ്യാറാവണം. അതെ, ഖുർആൻ പറയുന്നത് ഏറ്റവും ശരിയായതിലേക്ക് വിളിക്കുകയാണ് വിശുദ്ധ ഖുർആൻ. അല്ലാഹ് പറയുന്നു, ഇത് ഏതെങ്കിലും ഒരു നിർണിതമായ കാലഘട്ടത്തിലേക്കുള്ളതല്ല, മറിച്ച് തബാറകല്ലദീ നസ്സൽ ഫുർഖാന അലാ അബ്ദി, നാം നമ്മുടെ ദാസന് സത്യ അസത്യത്തിന്റെ മാനദണ്ഡമായി കൊണ്ട്, നന്മ തിന്മകളുടെ വ്യവച്ഛേദമായി കൊണ്ട് നൽകിയ ഈ ഖുർആൻ ലിയകൂന ലിൽ ആലമീൻ, അതാർക്ക് വേണ്ടിയാണ്? ലോകത്തെ സകല മനുഷ്യർക്കും വേണ്ടിയാണ്. ഈ ലോകം അവസാനിക്കുന്നവരെയുള്ള എല്ലാ ജനസമൂഹത്തിനും വേണ്ടിയാണ് നാം ഈ വേദഗ്രന്ഥം നൽകിയിട്ടുള്ളത് എന്ന് പടച്ച റബ്ബ് നമ്മളോട് പഠിപ്പിക്കുകയാണ്. നദീറ, അവിടെ ജീവിതത്തിൽ സത്യത്തെക്കുറിച്ച് അസത്യത്തെക്കുറിച്ച് നന്മതിന്മകളെ കുറിച്ചുള്ളൊരു മുന്നറിയിപ്പാണ് ഈ വിശുദ്ധ ഖുർആൻ, അല്ലെ? ഇപ്പോഴത്തെ യൂത്തിന് അധികവും, എല്ലാവരും അല്ല, എന്നാൽ ഭൂരിഭാഗവും ഇത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അവർക്ക് സ്വന്തമായൊരു മതമുണ്ട്. എന്താ മതം? ജീവിതം മാക്സിമം ആഘോഷിക്കണം, മാക്സിമം ആനന്ദിക്കണം. അതിന് തടസ്സമാകുന്ന ഒന്നും അവർക്ക് സ്വീകാര്യമില്ല. എല്ലാം അവർക്ക് ഡ്രസ്സോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ലൈംഗികതയോ അല്ലെങ്കിൽ മറ്റെന്തെല്ലാം ആസ്വാദനമുണ്ടോ, ഇതൊക്കെ അവർക്ക് ലിമിറ്റ് ഇല്ലാതെ അവർക്ക് ആസ്വദിക്കണം. അതിന് തടസ്സമാകുന്ന ഒന്നും അവർ കാഴ്ചപ്പാട് നല്ലതല്ല, അതിന് കൺട്രോൾ ചെയ്യുന്നതൊന്നും നല്ലതല്ല. എന്നാൽ ഇങ്ങനെ കൺട്രോൾ വിട്ടുകൊണ്ട് ജീവിച്ച ഒരു സമൂഹം നമ്മുടെ മുമ്പിൽ മുമ്പുമുണ്ട്, ഇപ്പോഴും ഉണ്ട്. ലൈംഗിക അരാജകത്വം കാരണം ഉണ്ടായ മാരകമായ രോഗങ്ങളും കുടുംബ തകർച്ചകളും യൂറോപ്പ് നമ്മുടെ വിളിച്ചു കാണിക്കുകയാണ്. യൂറോപ്യൻ സമൂഹത്തിലേക്ക് നോക്കിയാൽ ലൈംഗിക അരാജകത്വത്തിന്റെയും അതുപോലെ തന്നെ മദ്യത്തിന്റെയും അമിത ഉപയോഗം, ആ കാര്യങ്ങളിലേക്ക് വിഹരിച്ചത് കൊണ്ട് എയ്ഡ്സ് എന്ന മാരകമായ വൃത്തികെട്ട രോഗവും കുടുംബം എന്ന ഒരു സങ്കല്പമേ ഇല്ലാത്തൊരവസ്ഥയിലേക്ക് പോകുന്ന ഒരു കാഴ്ചയും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതുപോലെ തന്നെ കുടുംബ തകർച്ചകള്, അതുപോലെ സംഘടനകള്, അങ്ങനെയുള്ള വിഷയങ്ങളെല്ലാം ഇതിലൂടെ ലോകം ഇന്നും നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ലോകത്ത് നടക്കുന്ന ആക്സിഡന്റുകളില്, സംഘടനകളില് 90%-ലേറെയും മദ്യം കൊണ്ടുള്ളതാണ്, മദ്യം ഉപയോഗിക്കുന്നത് കൊണ്ടുള്ളതാണ്. രാജ്യത്തിന്റെ വരുമാനം കിട്ടുന്നുണ്ടെങ്കിൽ ആ വരുമാനത്തിന് എത്രയോ ഇരട്ടി ഈ നഷ്ടത്തിലേക്ക് നികത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കണമെന്ന് പറയുമ്പോൾ അത് മതത്തിനെതിരായി ചിന്തിക്കുന്ന ഒരവസ്ഥയിലേക്ക്
യുവാക്കളെ കൊണ്ടെത്തിക്കുകയാണെങ്കിൽ അതിന്റെ വലിയൊരു ഉത്തരവാദി രക്ഷിതാക്കളാണ്. ചെറുപ്പം മുതലേ മക്കൾക്ക് ദീന ജീവിതത്തിന്റെ എല്ലാ സന്ദർഭത്തിലും ചോറിൽ ചാറ് കൂട്ടി കുഴയ്ക്കുന്നത് പോലെ ജീവിതത്തിന്റെ ഓരോ സന്ദർഭത്തിലും അല്ലാഹുവിനെയും റസൂലിനെയും പരലോകത്തെയും ഹലാലും ഹറാമും ശിർക്കും ബിദ്അത്തൊക്കെ അവർക്ക് പറഞ്ഞു കൊടുത്ത് ദീനിനോട് സ്നേഹമുള്ള, ദീനിനെ എതിർക്കുന്ന, ദീനെ നശിപ്പിക്കുന്നതിനോട് മാനസികമായി വെറുപ്പുള്ള ഒരു മക്കളാക്കി വളർത്തിക്കൊണ്ടുവരണം. പെട്ടെന്നുണ്ടാകാൻ കഴിയുന്ന സംഗതി അല്ലത്. പെട്ടെന്നുണ്ടാകാൻ കഴിയുന്നില്ല. ഒന്നും ശ്രദ്ധിക്കാതെ 10-15 വയസ്സായിട്ട് പിന്നെ വിളിച്ചിട്ടാ അണ്ണൻ ഞാൻ ദീനിയാക്കാൻ പോകും, ഇവിടെ ഇരിക്ക്. ഒരു ദീനുണ്ടാവൂല. എളുപ്പല്ല കാര്യം. അതുകൊണ്ട് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ് അൽസിമു ഔലാദക്കും, നിങ്ങൾ നിങ്ങളുടെ മക്കളോട് നിരന്തര ബന്ധമുണ്ടാവണം. നിങ്ങളുടെ മക്കളുടെ കൂടെ കളിക്കാനും സമയം ചെലവഴിക്കാനും അവരെ ഉപദേശിക്കാനും അവരെ കൂട്ടുകാരനായി, അവരുടെ അധ്യാപകനായി, അവരുടെ സുഹൃത്തായി അവരുടെ കൂടെ നിങ്ങൾ കഴിഞ്ഞാൽ ആ മക്കള് ഇതിൽ നിന്ന് രക്ഷപ്പെടും. അതുകൊണ്ട് പ്രിയമുള്ളവരെ ശ്രദ്ധിക്കണം. കുറെ സമ്പത്ത് ഉണ്ടാക്കി വെച്ചത് കൊണ്ട് ദുനിയാവെന്ന നിങ്ങളുടെ പേര് ചീത്തയാക്കും, നിങ്ങളുടെ തല താഴ്ത്താൻ വെക്കും, മോശമാക്കും. പരലോകത്തെ നിങ്ങളുടെ സുറാത്തിൽ നിർത്തിവെക്കും, സ്വർഗം നഷ്ടപ്പെടുത്തും, ഭാര്യയും മക്കളും. അതുകൊണ്ട് ആർക്ക് വേണ്ടിയാ സമ്പാദിക്കുന്നത്? ആർക്ക് വേണ്ടി ഈ ഓട്ടം പാച്ചില്? നിങ്ങൾ ആർക്ക് വേണ്ടിയാണോ ഈ അധ്വാനിക്കുന്നത് അവർ ദുനിയാവിലും ആഖിറത്തിലും നിങ്ങളുടെ ശത്രുക്കളായി മാറും. അതുകൊണ്ട് ദീന് കൊടുക്കാതിരുന്നാൽ മറ്റൊന്നുകൊണ്ടും ഈ സമൂഹത്തെ നന്നാക്കാൻ കഴിയില്ല എന്ന സത്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു പറയുന്നു, അല്ലാഹു വലിയുല്ലദീന ആമനൂ യുഖ്രിജുഹും മിനൽ ളുലുമാതി ഇലന്നൂർ. അതേ, റബ്ബിലേക്ക് മടങ്ങിയാൽ, ഖുർആനിലേക്ക് മടങ്ങിയാൽ, സുന്നത്തിലേക്ക് മടങ്ങിയാൽ നിങ്ങളുടെ ജീവിതത്തിലുള്ള എല്ലാ ഇരുളുകളിൽ നിന്നും, എല്ലാ അന്ധകാരങ്ങളിൽ നിന്നും തെളിഞ്ഞ പ്രകാശത്തിലേക്ക്, സമാധാനത്തിലേക്ക് നിങ്ങളത് കൊണ്ടുപോകും. അല്ലാഹു നിങ്ങളെ ഇരുളിൽ നിന്ന് പ്രകാശത്തിലേക്കാണ് വിളിക്കുന്നത്. എന്നാൽ വല്ലദീന കഫറൂ, ഇതിനെ നിഷേധിക്കുന്ന ആളുകളുണ്ടല്ലോ, ഔലിയാഉഹുമുത് താഗൂത്ത്, അവരുടെ രക്ഷാധികാരികളും താഗൂത്താണ്, ശൈത്താനാണ്. യുഖ്രിജൂനഹും മിനന്നൂരി ഇലദ്ദുലുമാത്, ആ പിശാചുക്കള് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന്, പ്രകാശത്തിൽ നിന്ന് ഇരുട്ടിലേക്കാണ് കൊണ്ടുപോകുന്നത്. അതെ, അശ്ലീലതയുടെ ആഭാസത്തിന്റെ, വൈരാഗ്യത്തിന്റെ, പകയുടെ, വ്യത്യാസത്തിന്റെ വൃത്തികേടിലേക്കാണ് പിശാച് നിങ്ങളെ കൊണ്ടുപോകുന്നത്. അല്ലാഹു പറയുകയാണ്, യുഖ്രിജൂനഹും മിനന്നൂരി ഇലദ്ദുലുമാത് ഉലൈക അസ്ഹാബുൻ നാർ. അങ്ങനെ പോകുന്നവർ തന്നെയാണ് നരകത്തിന്റെ ആളുകള്. ഹും ഫീഹാ ഖാലിദൂൻ, അവരാ നരകത്തിൽ നിത്യവാസികളായിരിക്കുകയും ചെയ്യും. പ്രിയമുള്ളവരെ, അങ്ങനെ ഖുർആന്റെയും അതല്ലാത്തതിന്റെയും മഹത്വം നിങ്ങളുടെ മക്കളോട് നിങ്ങൾ തർക്കിക്കണം, തല്ലുകൂടണം, എന്നിട്ട് അവർക്കത് ബോധ്യപ്പെടുത്തണം. മക്കൾ ചോദിക്കുമ്പോ ദേഷ്യപ്പെട്ടിട്ട് അല്ലെങ്കിൽ അവരെ അവഗണിച്ചിട്ട് കാര്യമില്ല. ചോദിക്കുമ്പോ ചോദ്യങ്ങൾ സ്വീകരിക്കണം, ആ ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കണം. കഴിയില്ലെങ്കിൽ നിങ്ങൾ പഠിക്കണം, അല്ലെങ്കിൽ പഠിപ്പുള്ളവരോട് അത് പറഞ്ഞ് മനസ്സിലാക്കിക്കണം. അല്ലാതെ ചോദ്യങ്ങളെ ഇസ്ലാമിൽ ഒരിക്കലും ഭയമില്ല. എപ്പോഴും ചോദ്യം. യഹൂദികൾ വന്ന റസൂലുള്ളാഹികൾ എന്തൊക്കെ ചോദിച്ചിരിക്കുന്നു ഇല്ലേ? റസൂലുള്ളാഹി ചോദിക്കാൻ പാടില്ല വിട്ടോ ഇല്ല. അപ്പോൾ എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളോട് പറയുന്നു, അല്ലാഹുവും റസൂലും മൗനം പാലിച്ച ചില വിഷയങ്ങളുണ്ട്, അതിൽ നിങ്ങളുടെ ചോദ്യങ്ങൾ അധികരിപ്പിക്കാൻ പാടില്ല. ആ ചോദ്യങ്ങൾ നിങ്ങളെ നശിപ്പിച്ചു കളയും. അല്ലാഹുവും റസൂലും സ്റ്റോപ്പ് ചെയ്ത ചില സംഗതികൾ, ആ കാര്യങ്ങളൊക്കെ ബാക്കി സംശയങ്ങളൊക്കെ ചോദിക്കാം. നോക്കുക, പറയണ തീർച്ചയായും ഖുർആൻ നിങ്ങളെ ഫോളോ ചെയ്താൽ അത് നിങ്ങളെ ഏറ്റവും ശരിയായതിലേക്ക് കൊണ്ടുപോകും. അതെ, നിങ്ങളുടെ കുടുംബമാകട്ടെ, അല്ലെങ്കിൽ സാമ്പത്തികമാകട്ടെ, സദാചാരമോ രാഷ്ട്രീയമോ എന്താവട്ടെ, ഖുർആനെ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലതിലേക്ക് ആ ഖുർആൻ നിങ്ങൾ കൊണ്ടുപോകും. വയബശ്ശിറുൽ മുഅ്മിനീൻ, വിശ്വസിക്കുന്ന സത്യവിശ്വാസികൾക്ക് അത് സന്തോഷവാർത്ത നൽകുകയും ചെയ്യും എന്നാണ്. അപ്പോൾ ഇസ്ലാം തിന്മയെ മാത്രമല്ല, തിന്മയിലേക്കുള്ള വഴികളെയും ഇസ്ലാം വെറുക്കുകയും തടയുകയും ചെയ്യുന്നു എന്നുള്ളതാണ്.
ഒരു തിന്മയെ മാത്രമല്ല, ആ തിന്മയിലേക്ക് പോകാൻ, തിന്മയിൽ എത്തിപ്പെടാനുള്ള സാധ്യതയെ പോലും ഇസ്ലാം വെറുക്കുന്നു എന്നുള്ളതാണ്. അതാണ് ഇസ്ലാമിന്റെ പ്രത്യേകത, അല്ലെ? നോക്കൂ, ഒരു കുട്ടി ചോദിക്കുകയാണ്, അതിന്റെ പിതാവിനോട് ചോദിക്കുകയാണ്, ഞാന് എന്റെ കൂട്ടുകാരിയുടെ മോം ടു ബി ആണ്. അപ്പൊ ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്ന പദമാണ്, എന്താ മോം ടു ബി? മോം ടു ബി എന്നൊരു പരിപാടിയുണ്ട്. ഗർഭിണികളായ സ്ത്രീകളെ അണിയിച്ചുരുക്കി പ്രത്യേക വസ്ത്രമൊക്കെ ധരിപ്പിച്ച് കുടുംബക്കാരും കൂട്ടുകാരെ കൂടി ഒരു കേക്കൊക്കെ മുറിച്ച്, പിന്നെ എന്തൊക്കെ ചെയ്യാൻ പറ്റും, കണ്ടുപിടിക്കുന്നവർ കണ്ടുപിടിക്കും, പാട്ട് പാടുന്നവർ പാട്ട് പാടും, ചെയ്യാവുന്നതൊക്കെ ചെയ്ത് ആഘോഷിക്കുക, എന്നിട്ട് ഫോട്ടോഷൂട്ട് എടുക്കുക. ഇതാണ് മോം ടു ബി. കുറച്ച് ഒരു 3-4 വർഷമായിട്ട് ഇത് കൊണ്ടുവന്നിട്ട് നസാറാക്കണമെന്ന് കൊണ്ട് യൂറോപ്പിൽ നിന്നുള്ള സാധന. നമ്മുടെ നാട്ടിലൊക്കെ വളകാപ്പുണ്ട് ഒരു പരിപാടിയിലായിരുന്നു. ഇവിടെ തമിഴ്നാട് സംബന്ധിച്ച സ്ഥലങ്ങളിലൊക്കെ ഗർഭിണിയായ സ്ത്രീകളൊക്കെ ഇരുത്തിയിട്ട് കുറെ മഞ്ഞൾ തേക്കലും, കുറെ വളരലും, പാട്ടുപാടലും, കുറെ സന്തോഷിപ്പിക്കലൊക്കെ ആയിട്ട്. അതിന്റെ വേറൊരു വേർഷൻ, ന്യൂ വേർഷൻ ആണെന്ന് മോം ടു ബി. അപ്പോ ഇതിൽ പൊട്ടേന്ന് ചോദിച്ചു ആ രക്ഷിതാവിനോട്, മോളെ അങ്ങനെ രീതി നമുക്ക് അനുവദനീയമല്ല. അങ്ങനെ ഒരു സംഗതി, ഇത് പുതിയ ഒരു സംഗതിയാണ്. അത്തരം കാര്യങ്ങള് നിങ്ങൾ ഗർഭിണിക്ക് ഭക്ഷണം കൊടുക്കുന്നു, സന്തോഷിക്കുന്നതൊക്കെ ശരി, പക്ഷെ അങ്ങനെ ഒരു പേരിട്ട് അങ്ങനെ ആളുകളെ കൂടി അങ്ങനെ പുതിയൊരു ആചാരം ഉണ്ടാക്കാൻ പാടില്ല. പിന്നീട് അത് സമൂഹത്തിന് ഭാരമായി വരും. ഇപ്പൊ കേരളത്തിൽ ഒരു സ്ഥലത്തൊക്കെ ആഘോഷിക്കാൻ തുടങ്ങിയിരിക്കണം മോം ടു ബി. തീരെ കുഗ്രാമമായ ഒരു സ്ഥലത്തുള്ള വാർത്തയപ്പോ ഞാൻ പറയുന്നത്, തീരെ കുഗ്രാമമായ ഒരു വില്ലേജ് എന്നുള്ള വാർത്തയപ്പോ ആ വില്ലേജിൽ വരെ എത്തിയിരിക്കുന്നു മോം ടു ബി. അപ്പൊ സമൂഹം എന്താണ്, ഇങ്ങനെ ആഘോഷിക്കാൻ എന്തൊക്കെ കിട്ടുമോ അതൊക്കെ ആഘോഷിക്കുക, അതിനൊക്കെ വേണ്ടി പൈസ ചെലവഴിക്കുക, അതിനൊക്കെ വേണ്ടി സമയം ചെലവഴിക്കുക. അങ്ങനെ കൊണ്ടുവന്നുകൊണ്ട് യഥാർത്ഥം ഇന്ന് ഇവർക്കെന്തില്ല, ഒരു ഖുർആൻ ക്ലാസ്സിന് വരാൻ സമയമില്ല, പള്ളിയിൽ വെള്ളിയാഴ്ച ജുമാക്ക് പോകാൻ സമയമില്ല, അല്ലെങ്കിൽ സ്വന്തം കുടുംബത്തെ സന്ദർശിക്കാൻ ഒരു നന്മയ്ക്ക് സമയമില്ല. ഇത്തരം കാര്യങ്ങൾക്ക് ഇഷ്ടം പോലെ സമയമുണ്ട്, പൈസയില്ല. അപ്പോ ഇസ്ലാം എതിർക്കുന്നത് മനുഷ്യ ജീവിതത്തെ കുടുസാക്കാൻ പാടില്ല. അള്ളാഹു ഖുർആനിനെ നിങ്ങൾക്ക് ഓർമ്മിക്കാൻ ഏറ്റവും എളുപ്പമുള്ളതാക്കിയിരിക്കുന്നു. അതെ, എളുപ്പമുള്ളതാണ്. അള്ളാഹു ദീനിൽ നിങ്ങൾക്ക് ഒരു കുടുസുണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നില്ല, ഒരു പ്രയാസമുണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പുതിയ കാര്യങ്ങൾ കൊണ്ടുവന്ന് അത് ചെയ്യാത്ത കുട്ടികൾക്ക് എന്റെ അമ്മയിൽ വാർത്ത എനിക്ക് മോം ടു ബി തന്നില്ല, സങ്കടം. മാതാപിതാക്കൾക്ക് എന്റെ മോൾക്കൊരു മോം ടു ബി ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. ഇങ്ങനെ അനാവശ്യമായി സമൂഹത്തിന് മേൽ ചടങ്ങുകളും രീതികളും അടിച്ചേൽപ്പിക്കുക, ഈ രീതികൾ ഇസ്ലാമികല്ല, അല്ലെ? ഒരു സുന്നത്ത് കഴിക്കല് ഏറ്റവും നിസ്സാരമായ സംഗതി. ആ സുന്നത്ത് ഒരു കാലത്ത് വലിയ ഭാരമായിരുന്നു, ഇപ്പൊ നിസ്സാറായി. ഇപ്പൊ വീണ്ടും എന്ത് ചെയ്തു തുടങ്ങുന്നു, ആ സുന്നത്ത് കഴിക്കുന്നതിനെ പൊലിപ്പിച്ചു കൊണ്ടുവന്നിട്ട് സോഷ്യൽ മീഡിയ കൊണ്ടുവന്നിട്ട് ഇപ്പോ ആളുകള് അതിനു വേണ്ടി കുറെ പൈസ എന്തെല്ലാം കാട്ടിക്കൊടുന്നൊരു സുന്നത്ത് കഴിക്കാൻ. പെൺകുട്ടികൾ പ്രായമായ ആരെയും മാനക്കടല്ലേ, ആരും അറിയിക്കലില്ല. അത് പെൺകുട്ടികൾക്ക് സ്കൂളിൽ പഠനത്തിൽ പോകുമ്പോൾ ലജ്ജല്ലേ, അത് ആരെയും അറിയിക്കാതിരിക്കല നല്ലത്. എന്നിട്ട് അതിനു വേണ്ടി ഒരു കല്യാണം, അതിനു വേണ്ടി ഒരു ചടങ്ങ്, പ്രസവിച്ചു കഴിഞ്ഞാൽ അതിനൊരു 28, പിന്നെ ഒരു 40, അല്ലെ, പിന്നെ ഒരു ബർത്ത്ഡേ. ഇങ്ങനെ ജീവിത ജനനത്തിലും വിവാഹത്തിലും മരണത്തിലും എല്ലാത്തിലും ഇതിലില്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ കൊണ്ടുവന്ന് കുറെ പൈസയും കുറെ മാനസിക സംഘർഷങ്ങളും സമയവും, ഇതൊക്കെ എതിർത്താൻ പറയും ഇസ്ലാം എല്ലാത്തിനും എതിരാണ്. അതെ, മനുഷ്യരെ ബുദ്ധിമുട്ടിക്കുന്ന എല്ലാ കാര്യത്തിലും ഇസ്ലാം എതിരാണ്. നന്മയ്ക്കൊക്കെ കേക്ക് മുറിക്കൽ ഹറാമെന്നല്ല, പക്ഷേ ഒരു ചടങ്ങുണ്ടാക്കി കേക്ക് മുറിക്കുമ്പോഴാണ് അത് ബിദ്അത്തായി മാറും. നിങ്ങൾ കേക്ക് വാങ്ങി വാപ്പിയും മക്കളും മുറിച്ചോ, കുടുംബ സംഗമം നടക്കുന്ന സമയത്ത് വേണം വലിയൊരു കേക്ക് ഉണ്ടാക്കി മുറിച്ചെല്ലാവരും തിന്നോളി. കേക്ക് മുറിക്കൽ ഹറാമൊന്നുമില്ല, സുന്നത്ത് കഴിക്കൽ ഹറാമോ, സുന്നത്ത് കഴിക്കണം, അല്ലേ? അങ്ങനെ ഇതിലൊക്കെ ചടങ്ങാക്കിക്കൊണ്ട് ആഘോഷിക്കാൻ വേണ്ടി ചടങ്ങ്. ഇതിൽ വിശ്വാസികളാണ് വലിയ കുഴപ്പമില്ലാത്തവരത്തിൽ ഒതുങ്ങും. അല്ലാത്തവരാണെങ്കിൽ വീടിന്റെ സൈഡിലും പറമ്പിലും വേറെ ആഘോഷം ഉണ്ടാവും ഇതിന്റെ പേരില്. ഇങ്ങനെ ഹറാമുകളും ബിദ്അത്തുകളും ശിർക്കും ഉണ്ടാകുന്നു. അത് നമ്മുടെ മക്കൾക്ക് എന്തുകൊണ്ട് പാടില്ല, എന്തുകൊണ്ടാണ് വിരോധിക്കും, ഈ കാര്യങ്ങള് പറഞ്ഞു കൊടുക്കണം. അല്ല പെട്ടെന്ന് അത് പാടില്ല, അത് പാടില്ല, നമ്മൾ പറയും ഇതെന്താ, എന്ത് ചോദിച്ചാലും പാടില്ല, എന്ത് ചോദിച്ചാലും പാടില്ല, ഇതെന്ത് മതമാണ് ചോദിക്കും. മതം എന്താണ്, മതത്തിന്റെ കാഴ്ചപ്പാട് എന്താണെന്ന് നമ്മുടെ മക്കളെ ബോധ്യപ്പെടുത്തണം. അല്ലെങ്കിൽ വരും കാലത്തിൽ നമ്മുടെ കാലം കഴിയുന്നതോടുകൂടി ഒരു പേരിന് മാത്രം മുസ്ലിമും
എന്നാൽ ജീവിതം മുഴുവൻ അമുസ്ലിമായി ജീവിക്കുന്ന അവസ്ഥയിലേക്ക് സമൂഹം പോയിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ഒരിക്കലും തിന്മയും നന്മയും തുല്യമാവുകയില്ല. നന്മ തന്നെയാണ്, തിന്മ തിന്മയാണ്. സ്വർഗവാസികളും നരകവാസികളും തുല്യരാണില്ല. രണ്ടു കൂട്ടരുടെ ജീവിതത്തിലും കാഴ്ചപ്പാടിലും പ്രകടമായ വ്യത്യാസങ്ങളും രീതികളും മാറ്റങ്ങളും ഉണ്ടാവും. നരകവാസികളെ പോലെ തന്നെ സ്വർഗവാസികൾക്കും എല്ലാം ആഘോഷിക്കണം, എല്ലാം അനുഭവിക്കണം എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലെത്താൻ കഴിയില്ല. മുഅ്മിനും അധർമ്മകാരിയായ ഒരു മനുഷ്യനും ഒരുപോലെയാണോ? ഒരിക്കലുമല്ല. വ്യത്യാസമുണ്ടാകും സ്വഭാവത്തിലും ജീവിതത്തിലും. ഇത് നാം ബോധ്യപ്പെടുകയും നമ്മുടെ സമൂഹത്തെ ബോധ്യപ്പെടുത്തുകയും ചെയ്യണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. إن الحمد لله كثيرا طيبا مباركا فيه ربنا ويرضى وصلى الله وسلم على نبينا محمد وآله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സത്യവിശ്വാസികളെ, വിശ്വാസികളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും സൂക്ഷിച്ച് യഥാർത്ഥ മുത്തഖികളായി നിലകൊണ്ട് മുസ്ലിമായി മരിക്കണേ എന്ന് സ്വന്തത്തോടുന്ന പോലെ കൊണ്ട് വസീയത്ത് ചെയ്യുന്നു. അള്ളാഹു നമ്മെ തുണയ്ക്കുമാറാകട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ പ്രധാനമായ വാർത്തയാണ് കർണാടകയിൽ ഒരു മുസ്ലിയാർ ആത്മഹത്യ ചെയ്തു. കർണാടകയില് ഒരു മുസ്ലിം പണ്ഡിതൻ ആത്മഹത്യ ചെയ്തു. എന്താ കാരണം? കടക്കിണിയാണ്. എങ്ങനെ കടണ്ടായി? വീടുണ്ടാക്കാൻ ലോൺ എടുത്തു, ലോൺ അടച്ചിട്ടും തീരെയില്ല. അവസാനം മൂപ്പര് തീർത്തു, നദിയിൽ പോയി ചാടി ആത്മഹത്യ ചെയ്തു. ഇത് നമ്മുടെ ഒരുപാട് കാര്യങ്ങൾ ചിന്തിപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഒന്നാമത്, ജീവിതത്തിൽ സുഖം മാത്രമല്ല ഉണ്ടാവും, പ്രയാസങ്ങളുണ്ടാവും. പ്രത്യേകിച്ച് മുഅ്മിന് പ്രയാസങ്ങളുണ്ടാവും. ആ സമയത്ത് പിടിച്ചു നിൽക്കാനുള്ളതാണ് ഈമാൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ പിന്നെ ഈമാനിലോട് വേസ്റ്റാ. ഈമാൻ എന്ന് പറഞ്ഞാൽ ദുരന്തങ്ങളും പരീക്ഷണം ഉണ്ടാവുമ്പോൾ പിടിച്ചു നിൽക്കാൻ കഴിയണം. സ്വഹാബത്തിൽ കിറാമെന്ന് നോക്കൂ, ഒരു മനുഷ്യന്മാർക്ക് ഉണ്ടാകുന്ന എല്ലാ പരീക്ഷകളും ഒന്നായിട്ട് കൊട്ടിക്കൊടുത്ത ആളുകളാണ് സ്വഹാബികൾ. അവരനുഭവിക്കാത്ത ഒരു പ്രയാസവും പരീക്ഷയില്ല. നിങ്ങൾക്കെന്തായി അവസ്ഥ? അപ്പൊ അതുകൊണ്ട് ആ കാര്യങ്ങളിൽ പിടിച്ചു നിൽക്കുക എന്നുള്ളതാണ്. രണ്ട് മക്കളെ നഷ്ടപ്പെട്ട യാക്കൂബ് നബി അലൈഹിസ്സലാം തന്റെ മക്കളെ വിളിച്ചുകൊണ്ട് പറഞ്ഞ രംഗം ഖുർആൻ പറയുന്നുണ്ട്. എന്റെ മക്കളെ, നിങ്ങൾ പോകണം, എന്നിട്ട് അന്വേഷിക്കണം. യൂസുഫിനെയും അവന്റെ സഹോദരനെയും നിങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിക്കണം. അള്ളാഹുവിന്റെ കാരുണ്യത്തെ കുറിച്ച്, അള്ളാഹു നൽകുന്ന എളുപ്പത്തെ കുറിച്ച് നിങ്ങൾ നിരാശപ്പെടാൻ പാടില്ല. ഇന്നഹു ലാ യയഅസു മിൻ റൗഹില്ലാഹ്, അള്ളാഹുവിന്റെ ആ ആശ്വാസത്തെ, എളുപ്പത്തെ വിശ്വസിക്കാത്ത ആളുകള് ഇല്ലൽ ഖൗമുൽ കാഫിറൂൻ, സത്യനിഷേധികളല്ലാതെ മറ്റാരുമില്ല. യൂസുഫ് അലൈഹിസ്സലാമിനെ നഷ്ടപ്പെട്ട് കരഞ്ഞ് കണ്ണിന്റെ കാഴ്ചയൊക്കെ നഷ്ടപ്പെട്ട് കാത്തിരു എന്നിട്ട് പറഞ്ഞു, ഇല്ല, എന്റെ മോൻ മരിച്ചിട്ടില്ല, എന്റെ റബ്ബ് എനിക്ക് അറിയിപ്പ് തന്നിട്ടില്ല മരിച്ചു എന്ന്, അതുകൊണ്ട് ജീവിച്ചിരിക്കുന്നുണ്ട്. എന്നിട്ട് രണ്ടാമത്തെ മോനെ നഷ്ടമായപ്പോ പറഞ്ഞ വാക്കാണ്. ഇതൊക്കെ കഥ കേൾക്കാനുള്ളതല്ല, അതൊക്കെ ചരിത്രം നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ. പ്രയാസങ്ങളും പരീക്ഷ ഉണ്ടാകുമ്പോൾ നിരാശ ഉണ്ടാവാൻ പാടില്ല. ആ മനുഷ്യൻ ആത്മഹത്യ ചെയ്യാതെ വീടിന് ജപ്തി വരട്ടെ, ജപ്തി വന്നാൽ അതിൽ ഇടപെടാൻ ആളുണ്ടാവും, അയാൾ അതിൽ രക്ഷപ്പെടുത്താൻ ആളുണ്ടാവും. പക്ഷെ അതുവരെ ക്ഷമിക്കാനുള്ള ക്ഷമ അദ്ദേഹത്തിന് ഇല്ലാതെയായിപ്പോയി. അല്ലായിരുന്നു വെറുതെ ജീവിച്ചിരുന്നേനെ. അതേപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കുക, ഈമാൻ എപ്പോഴും അല്ലാഹുവോട് പ്രാർത്ഥിക്കണം. അല്ലാഹുമ്മ യാ മുസർരിഫൽ ഖുലൂബ് സർരിഫ് ഖൽബി അലാ സർരിഫ് ഖുലൂബനാ അലാ തഅതിക്. അല്ലാഹുമ്മ യാ മുസർരിഫൽ ഖുലൂബ്, അല്ലാഹുവേ ഹൃദയത്തെ മാറ്റിമറിക്കുന്നവനെ, സർരിഫ് ഖുലൂബനാ അലാ തഅതിക, ഞങ്ങളുടെ ഹൃദയങ്ങളെ നിന്നെ അനുസരിക്കുന്നതിലേക്ക് നീ മാറ്റണേ അല്ലാഹ്. എപ്പോഴും പ്രാർത്ഥിക്കണം. ഈമാൻ എപ്പോഴാണ് പോവാന്ന് പറയാൻ പറ്റില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ യുദ്ധം ചെയ്ത ഖസിമാൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, സ്വഹാബി എന്ന് പറയാൻ പാടില്ല എന്നാണ് ഉലമാക്കൾ പറഞ്ഞു. ഖസിമാൻ എന്ന് പറഞ്ഞു അയാൾ മുനാഫിഖാണെന്നും അല്ലാന്നും അഭിപ്രായമുണ്ട്. അയാൾ നബിയുടെ കൂടെ യുദ്ധം ചെയ്തു, ഒരുപാട് ശത്രുക്കളെ കൊന്നൊടുക്കി,
ഒരേ സ്വഹാബി കൊണ്ട് പറഞ്ഞപ്പോ ആ മനുഷ്യനെ പോലെ ആരും ചെയ്തിട്ടില്ല, അയാൾ സ്വർഗത്തിലേക്കാണ് പോണത്. അപ്പൊ നബി പറഞ്ഞു അയാൾ നരകത്തിലേക്കാ പോണത്. അപ്പോ ഈ മനുഷ്യനെ ഇങ്ങനെ പിന്തുടർന്ന സ്വഹാബി നോക്കുമ്പോ യുദ്ധക്കളത്തിൽ അയാൾക്കൊരു വെട്ടുകൊണ്ടു, അയാൾക്ക് വേദന സഹിക്കാൻ കഴിയില്ല. അയാൾ ആരും കാണാതെ യുദ്ധക്കളത്തിൽ നിന്ന് മാറി ഇരുട്ടിലേക്ക് പോയി അയാൾ വാളുകൊണ്ട് സ്വയം കുത്തി അയാൾ മരിക്കണം. വാളിങ്ങനെ മണലിൽ നാട്ടിവെച്ച് അതിലേക്കൊന്ന് കമഴ്ന്ന് വീണ് അയാൾ ആത്മഹത്യ ചെയ്യരുത്. അപ്പോ റസൂലുള്ളാഹിന്റെ കൂടെ ജീവിച്ച മനുഷ്യനാണ് ഈ അവസ്ഥ. അതുകൊണ്ട് നമ്മളൊക്കെ പ്രാർത്ഥിക്കണം, പടച്ചോനെ പരീക്ഷണങ്ങൾ വരുമ്പോൾ പടച്ചോനെ പിടിച്ചു നിൽക്കാൻ കഴിയണേ. അല്ലാഹുമ്മ യാ മുസർരിഫുൽ ഖുലൂബ് സർരിഫ് ഖുലൂബനാ അലാ തഅതിക എന്ന് നമ്മളെപ്പോഴും അല്ലാഹുവിനെ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അതോടുകൂടെ ഈ പണ്ഡിതന്മാരുടെ വിഷയത്തിൽ സമൂഹത്തിലെ ചില ഉത്തരവാദിത്തങ്ങളും ബാധ്യതകളും ഉണ്ട്. അവർ മറ്റെല്ലാം ഒഴിവാക്കി അള്ളാഹുവിന്റെ ദീനെ നമുക്ക് പഠിപ്പിച്ചു തരാൻ വേണ്ടി നടക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ അവരുടെ പ്രയാസങ്ങളും വിഷമങ്ങളും അവർ പറയാതെ തന്നെ കണ്ടറിഞ്ഞുകൊണ്ട് അവരെ സഹായിക്കുന്ന ഈ മാർഗത്തിലേക്ക് പുതുതലമുറ വരാൻ പ്രേരിപ്പിക്കുന്ന രൂപത്തിൽ നാം അവരെ സംരക്ഷിക്കേണ്ടതുണ്ട്. അതല്ലെങ്കിൽ അള്ളാഹു പറഞ്ഞു ദീനെ അള്ളാഹു ഉയർത്തും. എങ്ങനെ ഉയർത്തുക? ഖുർആൻ ഒന്നായിട്ട് ആകാശത്തിൽ കൊണ്ടുപോകലല്ല. ഖുർആനും സുന്നത്തും അറിയുന്ന ആളുകൾ മരിച്ചു പോകും, അതിന് പകരം വേറെ ആളുകൾ ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മൾ അല്ലാഹുവോട് പ്രാർത്ഥിക്കണം ഇൽമിനെ നിലനിർത്താൻ. അതുപോലെ ഇൽമിന്റെ ആളുകൾക്ക് സഹായിക്കാനും സന്നദ്ധമാകണം. കമ്മിറ്റികളും സംഘടനകളും ഒക്കെ ആ മാർഗത്തിൽ ഒന്ന് ഉണരേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ദീനിന്റെ മാർഗത്തിൽ പ്രബോധനം ചെയ്യാനും ക്ഷമയോടുകൂടി നിലകൊള്ളാനും നമുക്ക് എല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار، ولا تشفي حلقنا بالنار، ولا تجعلنا من حطب النار، فإنها بئس الدار وبئس المثوى وبئس القرار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. وصلى الله وسلم على محمد وآله والحمد لله رب العالمين.